ഹായ് ഹലോ, എല്ലാവർക്കും ക്യൂസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവിതാംകൂർ രാജവംശത്തെ പറ്റി പഠിച്ചാലോ? ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അടുത്ത പാർട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, തിരുവിതാംകൂറിലെ അശോകൻ, ആധുനിക അശോകൻ തുടങ്ങിയ വിശേഷണങ്ങളിൽ അറിയപ്പെട്ടു. 1729 തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്തു. പിന്നീട് 1730 ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിനോട് ചേർക്കുകയും അതുവഴി ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ വിദേശ ശക്തികളുമായുള്ള ആറ്റിങ്ങൽ രാണിമാരുടെ സ്വതന്ത്ര ഇടപാടുകൾ തടയുകയും ചെയ്തു. 1741 കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ച് കപ്പിത്താൻ ആരായിരുന്ന കാര്യം നിങ്ങൾ കമന്റ് ചെയ്യണേ. പതിവ് കണക്ക് എന്ന വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമ്പ്രദായം ആരംഭിച്ചു. 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവും വർഷത്തിൽ 2 തവണ നടക്കുന്ന ഭദ്രദീപവും ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയ രാമവൃത്തി വാര്യരും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവായ കുഞ്ചൻ നമ്പ്യാരും മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ച കവികളാണെന്ന കാര്യം കൂട്ടുകാർ ഓർക്കണം. കാർത്തിക തിരുനാൾ. മാർത്താണ്ഡവർമ്മയ്ക്കു ശേഷം തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രാജാ കേശവദാസൻ എന്നീ സുപ്രസിദ്ധ രാജ്യതന്ത്രജ്ഞർ പ്രധാനമന്ത്രിയായിരുന്ന സദസ്സ് ഇദ്ദേഹത്തിൻ്റെതാണ്. 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങി. ടിപ്പുവിന്റെ ആക്രമണ കാലത്ത് നാടുപേക്ഷിച്ച് വന്ന രാജാക്കന്മാർക്കും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്കും ഇദ്ദേഹം അഭയം കൊടുത്തിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ രാജ്യം ധർമ്മരാജ്യമെന്നും ഇദ്ദേഹം ധർമ്മരാജാവെന്നും അറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭരതം എന്ന സംസ്കൃത കൃതിയും സുഭദ്രാഹരണം, രാജസൂയം, കല്യാണ സൗഗന്ധികം, പാഞ്ചാലി സ്വയംവരം, ഗാന്ധർവ വിജയം, നരകാസുരവധം തുടങ്ങിയ ആട്ടക്കഥകളും രചിച്ചു. ഇദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നവരാണ് കുഞ്ചൻ നമ്പ്യാരും നളചരിതം ആട്ടക്കഥ എഴുതിയ ഉണ്ണായി വാര്യരും. പിതൃസമാനമായ ബഹുമാനത്തോടെയാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ കിഴവൻ രാജ എന്ന് വിളിച്ചു. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി രൂപപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. 1800 അവിട്ടം തിരുനാളിന്റെയും പ്രസിഡന്റ് മെക്കാളയുടെയും അംഗീകാരത്തോടു കൂടി വേലുത്തമ്പയെ ദളവയായി പ്രഖ്യാപിച്ചു. വേലുത്തമ്പി ദളവയാണ് കൊല്ലം പട്ടണത്തിന്റെ വികസനത്തിന് കാരണമായ അജൂർ കച്ചേരിയും വിശാലമായ അങ്ങാടികളും നിർമ്മിച്ചത്. 1809 ജനുവരി 11 വേലുത്തമ്പിയുടെ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം. വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിക്ക് അനുയോജ്യമാക്കിയതും തരിശുഭൂമികളിൽ വലിയ തോതിൽ നെൽകൃഷി നടത്തിയതും ഇദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദളവയായി നിയമിതനായത് ഇമ്മിണിത്തമ്പിയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം വികസിപ്പിക്കുകയും ബാലരാമപുരം പട്ടണം നിർമ്മിക്കുകയും ചെയ്തത് ഇദ്ദേഹമാണ്. 1810 ഭരണമേറ്റ റാണി ഗൗരി ലക്ഷ്മിബായി ഇദ്ദേഹത്തെ നീക്കം ചെയ്യുകയും കേണൽ മൺട്രോയെ ദിവാനായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂറിന്റെ ഭരണമേറ്റെടുത്ത ആദ്യത്തെ വനിതയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. ദിവാനായിരുന്ന കേണൽ മൺട്രോ ആണ് ഭരണകാര്യങ്ങളിൽ റാണിയെ സഹായിച്ചിരുന്നത്. ദിവാൻ, കാര്യക്കാർ എന്ന ഉദ്യോഗപ്പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർ എന്നു മാറ്റി. സൈനികവും നീതിന്യായപരവുമായ അധികാരങ്ങൾ ഒഴിവാക്കി നികുതി പിരിക്കുന്ന ചുമതല മാത്രം തഹസീൽദാർക്ക് നൽകി. വളരെ കുറച്ചു കാലമേ ഈ റാണി അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. 1812 റാണിയുടെ രാജകീയ വിളംബരത്താൽ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കപ്പെട്ടു. ഗൗരി പാർവതിബായി തിരുവിതാംകൂറിലെ ആദ്യ റീജൻ ഭരണാധികാരി. തിരുവിതാംകൂർ ചരിത്രത്തിൽ ഭരണപരവും സാമൂഹികവുമായി പുരോഗതിയുടെ ഒരു കാലഘട്ടമാണ് ഗൗരി പാർവതിബായിയുടെ ഭരണകാലം. 1817 വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ മുഴുവൻ ചെലവും സർക്കാർ വഹിക്കണമെന്ന ഉത്തരവിലൂടെ പ്രഖ്യാപനം നടത്തി. റാണിയുടെ ഈ തീരുമാനമാണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടിരുന്നത്. പിന്നാക്ക വിഭാഗക്കാർക്ക് അടിയറപ്പണം അടയ്ക്കാതെ തന്നെ സ്വർണത്തിലും വെള്ളിയിലും ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ലഭിച്ചു. പിന്നീട് ജാതിയുടെ പേരിലുള്ള നികുതികൾ നിർത്തലാക്കപ്പെട്ടു.
അതുപോലെ തന്നെ ജാതിയുടെയോ പദവിയുടെയോ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമെയ്യാനുള്ള അവകാശം അനുവദിച്ചു നൽകി. വേളി കായലിനെയും കടനകുളം കായലിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാർവതി പുത്തനാർ കനാൽ പണികഴിപ്പിച്ചു. 1816 നാഗർകോവിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചു. സ്വാതി തിരുനാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലമായിരുന്നു സ്വാതി തിരുനാളിന്റെ ഭരണകാലം. സംഗീതജ്ഞന്മാരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ വിശേഷണങ്ങൾ ഇദ്ദേഹം അറിയപ്പെട്ടു. ജനങ്ങൾ അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്നും വിളിച്ചുപോന്നു. ബഹുഭാഷാ പണ്ഡിതനും മഹാവിദ്വാനും പ്രതിഭാശാലിയായ സംഗീതജ്ഞനും ഗാനരചയിതാവുമായിരുന്നു സ്വാതി തിരുനാൾ. 1835 ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ ഒരു നിയമസംഹിത ക്രോഡീകരിച്ച് പ്രാബല്യത്തിൽ വരുത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽക്കേ ഉണ്ടായിരുന്ന തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തൽ ചെയ്തത് സ്വാതി തിരുനാളാണ്. ഭരണ സൗകര്യത്തിനായി ഹജൂർ കച്ചേരിയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. പിന്നീട് 1834 തിരുവനന്തപുരം ഇംഗ്ലീഷ് സ്കൂൾ, രാജാസ് ഫ്രീ സ്കൂൾ സ്ഥാപിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു. 1836 തിരുവനന്തപുരത്ത് ഒരു നക്ഷത്ര ബംഗ്ലാവും ഒരു ധർമ്മാശുപത്രിയും രൂപം കൊണ്ടു. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് പ്രസ്, കാഴ്ച ബംഗ്ലാവ് എന്നിവ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ നാഞ്ചിനാട്ടെ ജലസേചന സൗകര്യങ്ങൾ നോക്കാൻ ഒരു ജലസേചന മരാമത്ത് വകുപ്പ് ആരംഭിച്ചു. തഹസീൽദാർമാരുടെ സഹായത്തോടു കൂടി 1836 തിരുവിതാംകൂറിൽ ആദ്യമായി കാനേശുകുമാരി കണക്കെടുത്തു. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുഗാനം രചിച്ച ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിന്റെ ആസ്ഥാന കവിയായിരുന്നു. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്വാതി തിരുനാളിന്റെ അനുജനായിരുന്ന ഇദ്ദേഹം കഥകളി സംഗീതത്തിന് വളരെയധികം സംഭാവന നൽകിയ ഒരു രാജാവായിരുന്നു. അതുപോലെ തന്നെ 1853 അടിമ വ്യാപാരം നിർത്തലാക്കി. തിരുവിതാംകൂറിൽ PWD വകുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്ന ഇദ്ദേഹത്തിന്റെ കാലത്തിലാണ്. പിന്നീട് 1853 കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുകയും 1857 ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ പട്ടണത്തിൽ ആരംഭിക്കുകയും ചെയ്തു. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്കായി സ്കൂൾ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ആയില്യം തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ഇദ്ദേഹമാണ്. 1865. അതുപോലെ തന്നെ ജന്മികുടിയാൻ വിളംബരം 1867 നടത്തിയതും ഇദ്ദേഹമാണ്. രോഗപ്രതിരോധത്തിനായി വാക്സിൻ സംവിധാനം ഏർപ്പെടുത്തിയ ഭരണാധികാരി ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ 1873 തിരുവനന്തപുരം ആർട്സ് കോളേജ് നിർമ്മാണം പൂർത്തീകരിക്കുകയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം, പുനലൂർ തൂക്കുപാലം കൂടാതെ വർക്കല തുരങ്കം എന്നിവ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. വിശാഖം തിരുനാൾ രാമവർമ്മ. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ രാജാവാണ്. അതുപോലെ 1883 തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടപ്പിലാക്കിയതും 1884 കൊല്ലത്ത് ആദ്യ പരുത്തിമില്ല് സ്ഥാപിക്കുന്നതും ഇദ്ദേഹമാണ്. അതുപോലെ മുല്ലപ്പെരിയാർ പാട്ടക്കരാറിൽ ഇദ്ദേഹമാണ് ഒപ്പുവെച്ചത് എന്നുകൂടി ഓർക്കണേ. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 1888 ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചതാണ് ശ്രീമൂലം തിരുനാളിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഏറ്റവും മികച്ചതായി കണക്കാക്കുന്നത്. അതുപോലെ 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ എന്നിവ ഇദ്ദേഹത്തിനാണ് സമർപ്പിക്കപ്പെട്ടത്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ ജനാഭിപ്രായം അറിയാൻ 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചു. 1908 കൃഷികാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു വകുപ്പുണ്ടാക്കി. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുക എന്ന തത്വം അംഗീകരിക്കുകയും വിദ്യാഭ്യാസ ചട്ടങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജ്, ആയുർവേദ കോളേജ്, ലോ കോളേജ്, സ്ത്രീകളുടെ സെക്കൻഡ് ഗ്രേഡ് കോളേജ് എന്നിവ ആരംഭിച്ചു. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണെന്ന കാര്യം കൂടി ഓർക്കുക. സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ മൃഗബലി അവസാനിപ്പിച്ചതും ചേർത്തല പൂരപ്പാട്ട് നിരോധിച്ചതും അതുപോലെ ദേവദാസി സമ്പ്രദായം പൂർണ്ണമായി നിരോധിച്ചതും വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടവഴി ഒഴികെ മറ്റു 3 നടവഴികളും ദളിതർക്കും കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചതും സേതുലക്ഷ്മിയുടെ ഭരണകാലത്തിലായിരുന്നു. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936,
പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, സർവകലാശാലാ സ്ഥാപനം തുടങ്ങിയ സാമൂഹ്യ വികസന പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. അതുപോലെ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ 1936 രൂപീകരിച്ചതും ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് 1938, 1940 തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശവും നടപ്പിലാക്കി. ഇതോടുകൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.